നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മനോഹരമായ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെവിടങ്ങളായി അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ സമയം വേർതിരിച്ച് ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാൻ, ഇമ്പമേറിയ ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും, പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽ തേടുന്ന, നേരോടെ ജീവിച്ച് ആറുതൽ തേടുന്ന നഷ്ടങ്ങൾ വന്നാലും Thank you.
സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത ആമേൻ നാട്ടിലേക്ക് ആമേൻ പോകുവാൻ തക്കവണ്ണം നമ്മെ കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് ആമേൻ അത് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും ഉയരത്തിലുള്ളത് ധ്യാനിപ്പാനും ആമേൻ ദൈവമായ കർത്താവ് തന്റെ മക്കൾക്ക് ഒരുക്കുന്ന ആമേൻ നല്ല ഭാഗ്യകരമായ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും വേഗത്തിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവവചനം ചിന്തിക്കുവാനായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ആമേൻ. അവൻ ഒരിക്കലും മാറില്ല. ആമേൻ. ആമേൻ. മാറില്ലവൻ, മറക്കില്ലവൻ, കരുണയുള്ളോൻ കൈവിടില്ലെന്നേ. ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താരൻ എന്റെ താരൻ. ആരെല്ലാം മാറിയാൽ ആമേൻ മാറാത്തവനായ നല്ല കർത്താവ് അവന്റെ സാന്നിധ്യവുമായി നമ്മോടൊപ്പമുണ്ട്. അവൻ ഒരിക്കലും മാറില്ല. ആരെല്ലാം മാറിപ്പോയാലും ആരെല്ലാം കൈവിട്ടാലും ഒരിക്കലും മാറാത്തവനായി നമ്മോട് കൂടിയിരിക്കുന്ന നല്ല കർത്താവിന്റെ വചനം ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം ആമേൻ അതിന്റെ 14 വാക്യം ആമേൻ വായിച്ചുകൊണ്ട് ആമേൻ അതിന്റെ 18 വരെയുള്ള വേദഭാഗങ്ങൾ ആമേൻ നാം ചിന്തിക്കും. ആമേൻ കുറിവാക്യമായി അതിന്റെ 14 വാക്യം വായിക്കാം. യെഹൂദയും അവന്റെ സഹോദരന്മാരും യോസേഫിന്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെ അവിടെ തന്നെ ആയിരുന്നു. അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. ആമേൻ. പലപ്പോഴും നാം വായിച്ചു കേട്ടിട്ടുള്ളതും അനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും ആമേൻ അനവധി ശുശ്രൂഷകന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ളതുമായ വേദഭാഗമാണ് ആമേൻ ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം മുതൽ ആമേൻ അതേ 7 അധ്യായം വരെയുള്ള വേദഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സംഭവം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ യഹൂദയും അവന്റെ സഹോദരന്മാരും യോസേഫിന്റെ വീട്ടിൽ ആമേൻ ചെന്നു. ഹല്ലേലൂയ. വാസ്തവത്തിൽ യോസേഫിന്റെ വീട് ആമേൻ അവന്റെ അപ്പൻ, അവന്റെ സഹോദരങ്ങൾ, അമ്മ ഒക്കെ ആയിരുന്ന വീട്ടിൽ ആയിരുന്ന യോസേഫ് ആമേൻ ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്ന് ആമേൻ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തം വീട്ടിലല്ല. അവൻ സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ അവൻ ദൈവവുമായി അഭേദ്യ ബന്ധമുള്ളവനായിരുന്നത് കൊണ്ട് ദൈവം അവനൊരു സ്വപ്നം കൊടുത്തിരുന്നു. ദൈവം അവനൊരു ദർശനം കൊടുത്തിരുന്നു. ദൈവം അവനൊരു കാഴ്ചപ്പാട് കൊടുത്തിരുന്നു. ആ കാഴ്ചപ്പാടുള്ളവൻ ഇപ്പോൾ ആയിരിക്കുന്ന വീട്ടിലത്രേ യഹൂദയും അവന്റെ സഹോദരന്മാരും എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു. സ്തോത്രം. അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിന്റെ 7 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ആമേൻ. ഇത് യോസേഫ് കണ്ടതായ ഒരു സ്വപ്നമാണ്. സ്തോത്രം. ഈ സ്വപ്നത്തെ തന്റെ സഹോദരങ്ങളോട് തന്റെ ഭവനത്തിൽ പറഞ്ഞപ്പോൾ വലിയ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കുകയും അവനെ തരം താഴ്ത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ സ്വപ്നക്കാരനായിരിക്കുന്ന യോസേഫിന് യോസേഫിന്റെ വീട്ടിൽ നിന്ന് വിറ്റ് കളയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് പ്രധാന വ്യക്തിയായി നിന്നത് യഹൂദയാണ്.
സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നാം തടയപ്പെട്ടേക്കാം, നമ്മുടെ ദേശത്ത് നാം തടയപ്പെട്ടേക്കാം, ആമേൻ, നമ്മുടെ രാജ്യത്ത് നാം തടയപ്പെട്ടേക്കാം, ആമേൻ. അത് ആരാണ് തടയപ്പെട്ടത്? ആരാണ് വിൽക്കപ്പെട്ടത്? സ്വന്തം സഹോദരങ്ങളാ. ഇന്ന് രാത്രി സ്വന്തം സഹോദരങ്ങളാ വേദന അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. ആരാണവൻ? അത് യോസേഫിന് സ്വപ്നം കൊടുത്തവൻ, യോസേഫിന് ദർശനം കൊടുത്തവൻ, യോസേഫിന് അതെ ആമേൻ അതെ കാഴ്ചപ്പാട് കൊടുത്തവൻ. ഇന്ന് രാത്രി കാഴ്ചപ്പാടുള്ളവനാണോ നീ? ദർശനമുള്ളവനാണോ നീ? സ്വപ്നമുള്ളവനാണോ നീ? നിനക്ക് സ്വപ്നമുണ്ടെങ്കിൽ ആമേൻ, നിന്റെ ഭവനത്തിനകത്ത് തന്നെ നിനക്കെതിരെ അതെ ശബ്ദം ആമേൻ പുറപ്പെടുവിക്കുന്നവരുണ്ടാകാം. ആമേൻ, നിനക്കെതിരെ ആമേൻ അതെ കള്ള കഥകൾ ചമച്ചുണ്ടാക്കുന്നവരുണ്ടാകാം. ശ്രദ്ധിച്ച്, നീ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ ആമേൻ നിനക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കാണുവാൻ കഴിയും. ഇവിടെ യോസേഫിനെ ആമേൻ സ്നേഹിക്കേണ്ട സഹോദരങ്ങൾ യോസേഫിനെ ആമേൻ അതെ വിൽക്കുവാനായി തയ്യാറാകുകയാണ്. ആമേൻ, അവൻ വിൽക്കുവാൻ അതെ കാരണം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ആമേൻ 37 അധ്യായം 7-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ, അവനൊരു സ്വപ്നം കണ്ടത് തന്റെ സഹോദരങ്ങളോട് ഷെയർ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ, വിറ്റ് കളഞ്ഞ യോസേഫിന് ആമേൻ ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റതും. യോസേഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം എന്ത് ചെയ്തു? നമസ്കരിച്ചു. ആമേൻ, ഇന്ന് രാത്രി ഇതിനകത്തുള്ള ഒരു ദൂത് ആമേൻ നിങ്ങളോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത്. ആമേൻ, നിങ്ങളെ വിറ്റ് കളയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തു വിൽക്കുവാൻ, നിങ്ങൾക്കുള്ള നന്മ അപഹരിക്കുവാൻ, നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ, നിങ്ങൾക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കി സ്വന്തം അപ്പന്റെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിച്ചാലും നിന്നോടുള്ള വാഗ്ദത്തം നിറവേറും. ആമേൻ, എന്തായിരുന്നു വാഗ്ദത്തം? ആമേൻ, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. ആമേൻ, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ആമേൻ, ഇന്ന് രാത്രി നിന്നോടുള്ള വാഗ്ദത്തം, നിന്നോടുള്ള ദൂത ഇന്ന് രാത്രി അത് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് നീ നിവർന്നു നിൽക്കാൻ പോകുകയാണ്. ആമേൻ, നീ കേട്ട വാഗ്ദത്തം ആമേൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാൻ സമയമായെന്ന്. ആമേൻ, നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ആമേൻ നീ നിവർന്നു നിൽക്കുവാൻ പോകുകയാ. നിന്റെ ദേശക്കാരുടെ മുമ്പിൽ നീ നിവർന്നു നിൽക്കുവാൻ പോകുകയാ. ആമേൻ, നിന്റെ രാജ്യത്ത് നീ നിവർന്നു നിൽക്കുവാൻ പോകുകയാ. നിന്നോടുള്ള വാഗ്ദത്തം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആ ദർശനം, അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് നിന്നെ കൈപിടിച്ച് ദൈവം എത്തിക്കുവാനായിട്ട് പോകുകയാ. ആമേൻ, ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയം എന്ത് തന്നെയും ആയിക്കോട്ടെ, ആമേൻ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന, അത് രോഗിയായി ഭാരപ്പെടുന്ന, അത് ഭവനമില്ലാതെ ആമേൻ വേണ്ടും പോലെ ജീവിക്കുവാൻ കഴിയാതായിരിക്കുന്ന നിന്നെ നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കത്തക്ക വിധത്തിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന അതെ ആ ദർശനത്തിലേക്ക്, ആ വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ പോകുകയാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നോക്കണേ, യോസേഫിന് ദൈവം കൊടുത്ത ആ സ്വപ്നം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ ആമേൻ സഹോദരങ്ങൾ ആമേൻ തന്നെ കുഴിയിൽ തള്ളിയിട്ടു, അത് വിറ്റ് കളഞ്ഞു കിട്ടിയ കാശിന്. ഇന്ന് രാത്രി വേദനയോടായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ദൈവം സംസാരിക്കുകയാ. നിന്നെ ദേശത്ത് തല ഉയർത്തുവാൻ തക്കവണ്ണം ആമേൻ അതെ നിന്നെ കേൾപ്പിച്ച വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ നടത്തുന്ന ദൈവം അവൻ വാക്കുമാറാത്തവനാണ്. ഹല്ലേലൂയ. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. നോക്കണമേ, അവൻ കണ്ട സ്വപ്നം പോലെ തന്നെ അന്യദേശത്ത് അവൻ വിറ്റു. ആമേൻ, ആ ദേശത്ത് അവൻ ആരായി മാറി? അധിപതിയായി. ആമേൻ, നിന്നെ ഒതുക്കുവാൻ ആരൊക്കെ നിനക്കെതിരെ ശബ്ദമുയർത്തിയോ അവരുടെ മുമ്പിൽ നിന്നെ അധിപതിയാക്കുന്ന ഒരു ദൈവം, ആമേൻ, നിന്നെ വാഴിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ ശക്തിയുള്ള ദൈവം, അവനോട് ആമേൻ സ്വപ്നത്തിലൂടെ ഇടപെട്ട ദൈവം, ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവനെ കൈപിടിച്ചുയർത്തിയ ദൈവം ഇന്ന് രാത്രി മാറാത്തവനായി കൂടെയുണ്ട്. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും
ധാന്യം വിറ്റത്. ഹല്ലേലൂയ. യോസേഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ കണ്ട സ്വപ്നം പോലെ തന്നെ, അവൻ പറഞ്ഞതുപോലെ തന്നെ കാലങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആമേൻ മണ്ണോട് മണ്ണായി അവരുടെ സഹോദരങ്ങൾ ആമേൻ മാറ്റപ്പെടുന്നതിന് മുമ്പ് സഹോദരങ്ങളുടെ മുമ്പിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ആ വാഗ്ദത്തം നിറവേറുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഒന്നുപോലും കുറയാതെ അത് നിറവേറുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഉൽപ്പത്തി 42:9 യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട് ആമേൻ നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആമേൻ കള്ളക്കഥ ചമച്ചുണ്ടാക്കി ആമേൻ അപ്പന്റെ മുമ്പിൽ ആമേൻ നാടകം അഭിനയിക്കുന്നത് പോലെ നിന്റെ മകനെ ആമേൻ അതെ കാട്ടുമൃഗം കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് തെളിവ് സഹിതം ആമേൻ അപ്പന്റെ മുമ്പിൽ കൊണ്ട് നിരത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിരപരാധിയായിരിക്കുന്ന നിനക്കെതിരെ ആമേൻ കുറ്റകൃത്യങ്ങൾ ആമേൻ അതെ നിരത്തിവെച്ച് ആമേൻ കുറ്റാരോപണങ്ങൾ നിരത്തിവെച്ച് ആമേൻ നിന്നെ ആമേൻ ഒറ്റപ്പെടുത്തി ആമേൻ നിനക്ക് ലഭിക്കേണ്ട നന്മ പോലും അതെ സ്വന്തമാക്കത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ ആമേൻ അതെ അകറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആമേൻ നിന്നെ കൈപിടിച്ചുയർത്തി ആമേൻ നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിന്റെ പിതാവിന്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവം മാറാത്തവനായി ഇന്നും കൂടെയുണ്ട്. ഹല്ലേലൂയ. യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട് നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആമേൻ യോസേഫ് ആയിരിക്കുന്ന രാജ്യത്തിൽ അവരെത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിന്റെ തകർച്ച കാണുവാൻ നിന്നെ ഉന്തിയിട്ടവരും ആമേൻ നിന്നെ തള്ളിയിട്ടവരും നിന്നെ വിറ്റുകളഞ്ഞവരും നിന്റെ നന്മ അപഹരിച്ചവരും ആമേൻ ജോലി മേഖലയിൽ നിന്നെ ഒറ്റപ്പെടുത്തി ആമേൻ നിന്നെ തള്ളി ആമേൻ നിന്നെ മാറ്റിയിട്ട് ആ സ്ഥാനം അപഹരിക്കുവാൻ നോക്കിയവരും ആമേൻ കാണത്തക്ക വിധത്തിൽ ആമേൻ സ്വർഗം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ പോകുകയാ. സ്വർഗം നിന്നെ മാനിക്കുവാൻ പോകുകയാ. ഇന്നലെ നിന്നെ തല കുമ്പിട്ടിരിക്കത്തക്ക വിധത്തിൽ നിനക്കെതിരെ ശബ്ദമുയർത്തിയവർ നിന്റെ മുമ്പിൽ വന്ന് തൊഴുതുവാൻ പോകുകയാ. നിന്റെ മുമ്പിൽ വന്ന് വണങ്ങുവാൻ പോകുകയാ. നോക്കിക്കേ, അവൻ ഒരു സ്വപ്നം ആമേൻ അത് പറഞ്ഞപ്പോ അവൻ അന്ന് തുടങ്ങി കഷ്ടകാലം. നിന്റെ വീട്ടിൽ ആമേൻ നീ സംസാരിച്ച ഒറ്റ കാരണങ്ങൾ കൊണ്ട്, നിന്റെ കമ്പനിയിൽ നീ സത്യം പറഞ്ഞതുകൊണ്ട്, നീ ആയിരിക്കുന്ന ദേശത്ത് നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അവൻ നിന്നെ ഒതുക്കാൻ നോക്കി, അവൻ നിന്നെ ഇറക്കി വിട്ടു, നിന്നെ അകറ്റി നിർത്തി, അവൻ നിന്റെ അന്ത്യം കാണുവാൻ അവൻ അവർ നോക്കിയിരുന്നു. അവൻ നിന്റെ നന്മ അവർ വിറ്റുകളഞ്ഞു. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ അവൻ നീ കണ്ട സ്വപ്നത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന കർത്താവ് കൂടെയുണ്ടെന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഉൽപ്പത്തി 41:41 വായിക്കുമ്പോൾ ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. നോക്കിക്കേ, ഒരു ഭാഗത്ത് ആമേൻ സഹോദരങ്ങള് അതെ വിറ്റുകളഞ്ഞു, അതെ സഹോദരന്മാര് അതെ പൊട്ടക്കിണറ്റിൽ ഇട്ടുകളഞ്ഞു, ആമേൻ അപ്പന്റെ മുമ്പിൽ നിന്ന് ആമേൻ അതെ എന്നേക്കുമായി അകറ്റിക്കളഞ്ഞു, ആമേൻ അതെ സന്തോഷമോ അതെ ആനന്ദമോ അനുഭവിക്കുവാൻ കഴിയാതെ അവൻ ഏകാന്തതയിലൂടെ ഒറ്റപ്പെട്ട് അന്യനാട്ടിൽ ആമേൻ അവനോട് ആമേൻ അതെ സ്നേഹം നടിക്കത്തക്ക വിധത്തിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. എന്നാൽ അവനായിരുന്നെടുത്ത് സുരക്ഷിതമായി അവനെ മാനിച്ച ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. നോക്കുക, സ്വന്തം കുടുംബത്തിൽ നിന്ന് അതേ വിറ്റുകളഞ്ഞപ്പോൾ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ആമേൻ അധികാരം ആമേൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ ഇത് അവൻ എത്തപ്പെട്ട രാജ്യത്ത് അവൻ സകലത്തിന്റെയും മേലധികാരിയായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെ നീ തടയപ്പെട്ടുവോ, എവിടെ നീ ഒറ്റപ്പെട്ടുവോ, ആമേൻ എവിടെ നീ ഏത് കാരണത്താൽ വേദനിക്കുന്നുവോ ആമേൻ അവിടെ നീ മാനിക്കപ്പെടുവാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു. ആമേൻ ദാനിയേൽ പ്രവചനം 6:3 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവന് സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. നോക്കണമേ, ആമേൻ ഈ യോസേഫും
ഈ ദാനിയേലും ഒക്കെ ഇങ്ങനെ ദൈവത്താൽ ആദരിക്കപ്പെടുവാൻ, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ അവൻ ഇടയായി തീർന്നത് അവർ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അവൻ സഹോദരങ്ങൾ അവൻ നിന്റെ കൂടെ ഇല്ലെങ്കിലും, അവൻ നിന്റെ വീട്ടുകാർ നിന്റെ കൂടെ ഇല്ലെങ്കിലും, നിന്റെ നാട്ടുകാർ നിന്റെ കൂടെ ഇല്ലെങ്കിലും, അവൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം നിന്റെ കൂടെയുണ്ടോ? നീ ആ ദൈവത്തിന്റെ കൂടെയാണോ ആയിരിക്കുന്നത്? അവൻ ആര് കൂടെയില്ലെങ്കിലും, ആര് വാക്ക് മാറ്റി പറഞ്ഞാലും, അവൻ നിന്നെ വിളിച്ചിറക്കിയപ്പോൾ നീ കേട്ട ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് കാലങ്ങൾ എത്ര പിന്നിട്ടാലും അവൻ നിന്നെ കൈപിടിച്ച് അതെ ഉയർത്തി നിർത്തുന്ന ഒരു നല്ല ദൈവം, മാറാത്തവനാൽ ഇന്ന് രാത്രി കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വാഗ്ദത്തമുള്ള അവൻ അതെ ദർശനമുള്ള യോസേഫ് പൊട്ടക്കടത്തിൽ തീരത്തില്ല. അവൻ ഇസ്രായേലിലേക്ക് വിറ്റാൽ അവൻ അടിമപ്പണിയായി അവിടെ ഒതുങ്ങി തീരുമെന്ന് അവർ വിചാരിച്ചത്. എന്നാൽ അടിമയായി വിറ്റവന്റെ മുമ്പിൽ അവൻ സഹോദരങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടിമയായി അതെ മന്ത്രി തലത്തിലിരിക്കുന്ന യോസേഫിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വണങ്ങുകയാ. അവൻ നിന്നെ ഒരു അടിമയെ പോലെ അവൻ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിവാക്കിയവര് ഇന്ന് രാത്രി അവൻ നീ തിരിച്ചറിയണം. ഇതാ സഹോദരങ്ങൾ അവനെ അടിമയാക്കി അവൻ അതെ മിസ്രയീമിന് വിറ്റുകളയുക. എന്നാൽ മിസ്രയീമിൽ അവൻ ആമേൻ അതെ ആ മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇതാ സ്വന്തം സഹോദരങ്ങൾ അവന്റെ മുമ്പിൽ അടിമയെ പോലെ വന്നിരിക്കുകയാണ്. ആര് നിന്നെ അടിമയാക്കാൻ നോക്കുന്നുവോ, ആര് നിന്നെ ഒഴിവാക്കുവാൻ നോക്കുന്നുവോ, അവർ നിന്റെ ആമേൻ അതെ മുമ്പിൽ ഒരടിമയെ പോലെ വന്ന് നിൽക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 43:26 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുചെന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കണേ, അവൻ ഒരു കറ്റ, ആ കറ്റയെ കുറിച്ച് പറഞ്ഞത് അവർക്ക് അനിഷ്ടമായെന്ന്, അവൻ ദർശനം പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ലെന്ന്. അത് ദർശനമുള്ളവനെ അടിമയാക്കി വിറ്റ ആമേൻ സഹോദരങ്ങൾ ഇപ്പോൾ ആമേൻ അടിമയായി ആമേൻ വിറ്റ യോസേഫിന്റെ മുമ്പിൽ ആമേൻ സാഷ്ടാംഗം വന്ന് എന്ത് ചെയ്യാണ്? വീഴുകയാണ്, വണങ്ങുകയാണ്, നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ 15-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെ പോലെയുള്ള ഒരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ യജമാനനോട്, ഞങ്ങൾ എന്തു പറയണ്ടു? നോക്കണേ, യോസേഫിന്റെ മുമ്പിൽ ഇപ്പോൾ സഹോദരങ്ങൾ വന്നിട്ട് അവൻ അതെ സഹോദരനിൽ ആര്? യഹൂദ. സ്തോത്രം. അവൻ യജമാനനോട് ഞങ്ങൾ എന്തു പറയണ്ടു, എന്തു ബോധിപ്പിക്കേണ്ടു, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളോട് അകൃത്യം കണ്ടെത്തി, ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ, ഞങ്ങളും ആരുടെ കയ്യാൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. നോക്കണമേ, ആമേൻ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ നീതിമാനെതിരെ, ആമേൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനെതിരെ, ആമേൻ ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു വ്യക്തിക്കെതിരെ അവൻ ആര് ചലിക്കുമോ, ആര് സംസാരിക്കുമോ, അവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴുമെന്ന് ആമേൻ അതേ വചനത്തിൽ പറയുന്നല്ലോ. ആമേൻ പഴമൊഴി പറയുന്നല്ലോ. ആമേൻ അതേ ഉരുട്ടുന്ന കല്ല് തിരിഞ്ഞു ഉരുളുമെന്ന്. ഇന്ന് രാത്രി ആമേൻ നീതിമാനായ യോസേഫിനെതിരെ കരുക്കൾ നീക്കിയ യഹൂദ. എന്താ യഹൂദ കരുക്കൾ നീക്കി എന്ന് പറയുവാൻ കാരണം? ആമേൻ നമുക്ക് ആമേൻ അതേ 37-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ, വരുവിൻ നാം അവനെ ഇസ്മേലേക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈ വെക്കരുത്, അവൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മാംസമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. ഈ കാര്യം പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ 25 മുതൽ ഒന്ന് വായിച്ചു, വേഗം വായിച്ചു. 37-ന്റെ 25 മുതൽ വേഗം വായിച്ചാൽ. അവൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപക്ഷിയും സന്നിനായകവും ഒട്ടപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന
ഇസ്മായിലിയുടെ ഒരു യാത്രക്കൂട്ടം വരുന്നത് കണ്ടു. യാത്രക്കൂട്ടം വരുന്നത് കണ്ട് നോക്കണേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ചതി. ആമേൻ. അതെ, പല വിരുന്ന് ആമേൻ ശാലയിലുമാണ് ചതി നടക്കുന്നത്. ആമേൻ. അതെ, മിക്ക ആമേൻ കുടുംബ ആമേൻ സമ്മേളനത്തിലാ ചതി നടക്കുന്നത്. ആമേൻ. എല്ലാവരെയും വിളിച്ചുകൂട്ടി ചതിക്കുന്ന ചതിപ്രയോഗം. നോക്കണം, അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ. ആര് കൊണ്ടുവന്ന ഭക്ഷണമാ? യോസേഫ് കൊണ്ടുവന്ന ഭക്ഷണമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ കുടുംബത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു, വളരെ അധ്വാനിച്ചു. നീ കൊണ്ടുവന്ന, നീ ഉണ്ടാക്കിയ, നിന്റെ പണം ഉപയോഗിച്ചു ഉണ്ടാക്കിയ ആഹാരം കഴിച്ച നിന്റെ സഹോദരങ്ങൾ ആമേൻ നിനക്കെതിരെ ആമേൻ അതെ ആസൂത്രണം തന്ത്രപരമായി അതെ കരുക്കൾ നീക്കി. ഇതാ യോസേഫ് ആമേൻ ദർശനമുള്ളവൻ, അപ്പനെ അനുസരിച്ച് അപ്പൻ പറഞ്ഞത് കേട്ട് അതെ ആഹാരവുമായി വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആരാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങൾ. ഇപ്പൊ യോസേഫ് എവിടെയാ കിടക്കുന്നത്? ആമേൻ അതെ പൊട്ടക്കിണറ്റിൽ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സഹോദരങ്ങൾ ഇന്ന് ഇരുന്ന് ആഹാരം കഴിച്ച് സുഖിച്ചു പുളച്ച് കഴിയുമ്പോൾ നീ കിടക്കുന്നത് ആമേൻ അതെ പൊട്ടക്കിണറ്റിലാ. ആമേൻ. നീ ദാരിദ്ര്യത്തിലാ. ആമേൻ. നിനക്ക് ആമേൻ വേണ്ടും പോലെ ആഹാരമില്ല, വെള്ളമില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ആമേൻ. അപ്പോഴും ആമേൻ അതെ യോസേഫ് കൊണ്ടുവന്ന ആഹാരം കഴിച്ച് അതെ അവര് വട്ടമേശ കൂടി. ആമേൻ അതെ വായിച്ചോട്ടെ, വേഗം വായിച്ചോട്ടെ. ആമേൻ അതെ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, അപ്പോൾ നോക്കണം, സംസാരിക്കുന്നത് ആരാ? യഹൂദ. ആമേൻ. നിന്റെ സഹോദരങ്ങൾ ഒന്നിച്ചുകൂടി നിനക്കെതിരെ ആമേൻ അത് കൂട്ടുകെട്ടുണ്ടാക്കി. ആമേൻ. നീ ആമേൻ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലെ ആമേൻ നീ ഒറ്റപ്പെട്ട് അതെ കഷ്ടം സഹിച്ച് വേദന സഹിച്ച് ആയിരിക്കുന്ന സമയത്ത് ആമേൻ അതെ നിന്നെ അതെ കൈപിടിച്ച് ഉയർത്തുവാനല്ല ആമേൻ അവര് ആലോചിക്കുന്നത്. ആമേൻ നിന്നെ വിറ്റുകളയാനാണ്. വായിച്ചേ. നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? അവന്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? വരുവിൻ നാം അവനെ ഇസ്മായിലേക്ക് വിൽക്കുക. വരുവിൻ നാം അവനെ മിസ്രൈമ്യർക്ക് വിൽക്കുക. ഇസ്രായേൽക്ക് വിൽക്കുക. നാം അവന്റെ മേൽ കൈവയ്ക്കരുത്. കണ്ടോ, നോക്കണമേ, യഹൂദയുടെ നേതൃത്വത്തിൽ തന്റെ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി ആമേൻ അതെ യോസേഫിനെ അവിടെ നിന്ന് കയറ്റി ആമേൻ രക്ഷിക്കാനല്ല, വിറ്റ് കാശ് മേടിക്കാനാ. ആമേൻ അതെ സഹോദരങ്ങൾ അടുത്തു കൂടുമ്പോ ആമേൻ ഒരുപക്ഷെ വിചാരിക്കും ആമേൻ നിന്റെ നന്മയ്ക്കാണെന്ന്. എന്നാൽ നന്മയ്ക്കായിട്ടായിരുന്നില്ല അവർ കൂടിയത്. ആമേൻ നിന്നെ തകർക്കാനായിരുന്നു. ആമേൻ നിന്നെ അടിമയായി വിൽക്കാനായിരുന്നു. ഇന്നലകളിൽ ആമേൻ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. ആമേൻ നിന്റെ തകർച്ചയിൽ ആമേൻ ഓടി വന്ന് നിന്നെ സഹായിക്കുമെന്ന് നീ വിചാരിച്ചത്, പക്ഷെ വന്നത് ആമേൻ നിന്നെ കൊണ്ട് ജീവിക്കാനാ. ആമേൻ നിന്നെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ആമേൻ ജീവിക്കാനാ. ആമേൻ അവര് ആമേൻ അത് ഒന്നിച്ചു കൂടിയത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? യഹൂദയാണ്. ഹല്ലേലൂയ. അതെ 37:32 വായിക്കുമ്പോൾ ആമേൻ അതെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വായിച്ച് അവൻ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. തൊട്ട് താഴോട്ട് വായിച്ച് 27 താഴോട്ട്. വരുവിൻ നാം അവനെ ഇസ്മായിലേക്ക് വിൽക്കുക. നാം അവന്റെ മേൽ കൈവയ്ക്കരുത്. 29. ജൂബേൽ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴി ഇല്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന്, ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി. ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആമേൻ യോസേഫിനെ കാണാനില്ലെന്നും യോസേഫിനെ ആമേൻ അതെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നുവെന്നും ആമേൻ വരുത്തി തീർക്കാൻ ആമേൻ സഹോദരങ്ങൾ ആമേൻ കെട്ടിച്ചമച്ച കഥ അപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് നിന്റെ മകന്റെ അങ്കിയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ആമേൻ ഈ കലാപരിപാടി അല്ലെങ്കിൽ ഈ ദൗത്യം നിറവേറ്റുവാൻ മുൻനിരയിൽ നിന്നതാരായിരുന്നു?
യഹൂദയായിരുന്നു. സ്തോത്രം. ഈ യഹൂദയാണ്. ആമേൻ. അതിന് യഹൂദ യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു, എന്തു ബോധിപ്പിക്കേണ്ടു, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളോട് അകത്യം കണ്ടെത്തി. ഇന്ന് രാത്രി ആമേൻ നിനക്കെതിരായി നിന്നവർ അതെ മാനസാന്തരപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം അത് വെളിപ്പെടുന്ന രാത്രിയാ. ആമേൻ. അവർ തകരുകയല്ല, അവർ മാനസാന്തരപ്പെടുകയാ. ആമേൻ. അവരെ കൊണ്ട് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ അവരുടെ അകത്ത് ആമേൻ വ്യാപരിച്ച ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അവരെ വിട്ടുമാറുകയാ. ഇന്ന് രാത്രിയിലും സ്വന്തം സഹോദരങ്ങൾക്ക് ഹാനി വരത്തക്ക വിധത്തിൽ അവർക്കെതിരെ അകത്യം ചിന്തിച്ച് അവരെ തകർക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തിനകത്ത് നിന്ന് ആമേൻ നിന്നെ, നിന്റെ തലമുറയെയും ആമേൻ നിന്റെ ദേശത്തെയും വിടുവിക്കുവാൻ ദൈവം ശക്തിയുള്ളവർ. നോക്കണമേ, അതേ സഹോദരങ്ങൾ ഇത്ര ആമേൻ തിക്തമായി യോസേഫിനെതിരെ അതേ പ്രവർത്തിക്കുമ്പോഴും യോസേഫ് ആമേൻ എതിർത്ത് പ്രതികരിക്കുവാൻ തയ്യാറാകാതെ ആമേൻ കൃപയാൽ ഇന്നലെ കേട്ടതുപോലെ കാര്യം അതേ ഇയ്യോബ് ദൈവത്തിങ്കൽ ഏൽപ്പിച്ചതുപോലെ അവൻ ദൈവത്തോട് ആമേൻ കാര്യങ്ങൾ ആമേൻ പങ്കുവെച്ച് ആമേൻ അവൻ ദർശനത്തെ മുറുകെ പിടിച്ച് ആമേൻ ദൈവത്തോട് കൂടെ അത് ചുവട് വെച്ചത് കൊണ്ട് യോസേഫ് മാനിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കെതിരെ ആര് കരുക്കൾ നീക്കിയാലും ആമേൻ നിന്റെ തകർച്ച കാണാൻ, നിന്റെ വീഴ്ച കാണാൻ, നിന്റെ അധപ്പതനം കാണാൻ ആര് നിനക്കെതിരെ ശബ്ദമുയർത്തിയാലും അവരെ മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവ് മാറാത്തവനായി ഇന്ന് രാത്രി കൂടെയുണ്ട്. ആമേൻ. ആമേൻ. അവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലകളിൽ നിനക്കെതിരെ ആമേൻ കൈപ്പേറിയ അനുഭവങ്ങൾ ആമേൻ അതെ പ്രവർത്തിച്ചവർക്ക് ആമേൻ ദൈവം ആമേൻ ഇന്ന് രാത്രി ഒരു മാനസാന്തരം കൊടുക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോക്ക്, യോസേഫ് ദൈവത്തോട് കൂടെയായിരുന്നത് കൊണ്ട് ഇതാ തന്റെ സഹോദരങ്ങൾ തന്നെ പൊട്ടക്കനത്തിൽ ഇട്ടത് ആമേൻ അതെ അവര് അനുദപിച്ച് ആമേൻ വരത്തക്ക വിധത്തിൽ അത് ഓർത്ത് ആമേൻ കരയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബ ജീവിതത്തിൽ ആ സഹോദരങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കുടുംബപരമായി സഹോദരങ്ങൾ വിഘടിച്ച് തമ്മിൽ സ്നേഹമില്ലാതെ ആമേൻ അറ്റുകിടക്കുന്ന കുടുംബങ്ങൾ അസ്ഥി കൂമ്പാരങ്ങൾ ചേരേണ്ടത് ചേർന്ന് ഒരു സൈന്യമായി നിവർന്നു നിന്നതുപോലെ അസ്ഥിയോട് ചേരുമാറ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി അവൻ നിനക്കെതിരെ ശബ്ദമുയർത്തി വരും. നിന്റെ തകർച്ച കാണാൻ, നിന്റെ അവസാനം കാണുവാൻ, നിന്റെ അന്ത്യം കാണുവാൻ ഹല്ലേലൂയ അത് ഒരുമിച്ച് നിന്നവരും മാനസാന്തരപ്പെടത്തക്ക വിധത്തിൽ ആമേൻ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ആമേൻ അത് അനുകൂലമായി വെളിപ്പെടുന്ന രാത്രി. ഹല്ലേലൂയ. അതിന് അവൻ അങ്ങനെ ഞങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടയാളമായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളെ അപ്പന്റെ അടുക്കൽ പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യഹൂദ അടുത്ത് ചെന്ന് പറഞ്ഞത്, യജമാനനെ അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ നേരെ കോപം ജ്വലിക്കരുത്. നോക്കണേ, അവൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പൊട്ടക്കണത്തിൽ എടുത്തിട്ടിട്ട് അവിടുന്ന് പൊക്കി കിട്ടിയ കാശിന് വിറ്റപ്പോ അവൻ ഈ ചിന്തയൊന്നും അവർക്കില്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. അവൻ അതെ ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത്, നിന്നോടുള്ള ദൈവത്തിന്റെ പ്രവചനം നിറവേറുന്ന കാലം അതെ സീസൺ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അതെ നിന്റെ കണ്ണാനെ നീ കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറഞ്ഞ എത്ര പേര് കരങ്ങൾ വിളിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതിന് അവൻ ആമേൻ അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യജമാനൻ ഫറവോനെ പോലെയല്ല. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ ഞാൻ അടിയങ്ങളോട് ചോദിച്ചു. ആമേൻ. അതെ 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. 18-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ യഹൂദ അടുത്ത് ചെന്ന് പറഞ്ഞത്, യജമാനനെ അടിയൻ യജമാനനോട് ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ നേരെ കോപം
ജപിക്കരുതേ. ആമേൻ. യജമാനൻ ഫറവോനെ പോലെ അല്ല. ആമേൻ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അപ്പന്റെ അടുത്ത് ചെന്ന് ആമേൻ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചുവല്ലോ. ആമേൻ. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനും ഉണ്ട്. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവന്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തരെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പന്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരു കള്ളം പറയുമ്പോൾ അതിനോട് ചേർന്ന് എത്ര കള്ളം പറയേണ്ടി വരികയാ. ആമേൻ. കള്ളം പറഞ്ഞ് അത് രക്ഷപ്പെടാൻ നോക്കി എല്ലാ പഴുതുകളെല്ലാം അടഞ്ഞു. ആമേൻ. അതെ, ഞങ്ങൾ യജമാനനോട് ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോട് കൂടെ വരാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ പോയിക്കൂടാ, അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം, അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എന്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എന്റെ അടുക്കൽ നിന്ന് പോയി, അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ ഇവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലൻ ഇന്നെന്ന് കണ്ട് അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളുമെന്നും പറഞ്ഞ് അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് കൂടെ പോയി കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. നോക്കണം, ആമേൻ. യോസേഫിനെ അടിമയായി വിൽക്കാൻ വേണ്ടി മുൻനിരയിൽ നിന്ന ആമേൻ യഹൂദ ഇപ്പോൾ ആമേൻ അതെ അടുത്ത സഹോദരന് വേണ്ടി അപ്പന്റെ മുമ്പിൽ അല്ലെങ്കിൽ അതെ അപ്പന് വാക്കു കൊടുക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാം? അടിമയാകാമെന്ന്. നോക്കണം, അടിമയായി വിറ്റവൻ ആമേൻ ഇപ്പോൾ അടിമയായി മാറിക്കൊള്ളാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യണം? എത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി 37 വായിച്ചില്ലേ? വരുവിൻ നാം അവനെ ഇസ്രായേലിയർക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈ വെക്കരുത്, അവൻ നമ്മുടെ സഹോദരൻ, നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. നോക്കണേ, ആമേൻ. യോസേഫിനെ ഇങ്ങനെ വിറ്റ് കളയുവാൻ മുൻനിരയിൽ നിന്ന യഹൂദ ഇപ്പോൾ മറ്റ് ഒരു സഹോദരന് വേണ്ടി ഉത്തരവാദിയായി അടിമയായി കൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് എന്ത് ചെയ്തു? ആമേൻ. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ വകവരുത്താൻ നോക്കിയപ്പോ യോസേഫിന് ദർശനം കൊടുത്ത ദൈവം വാക്കുമാറാത്തവനായി അവനോട് കൂടെയിരുന്നെന്ന്. സ്തോത്രം. ആമേൻ. ഒരു മനുഷ്യനെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. ആമേൻ. സ്വന്തം കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലടിച്ച് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ആമേൻ യോസേഫിന്റെ സഹോദരങ്ങൾ തമ്മിലടിച്ച് തീരാതെ അവർ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ യോസേഫിലൂടെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതലേ, അതെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, വിശുദ്ധിക്ക് വേണ്ടി വേർപാടിനു വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ആമേൻ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, മകനെ, മകളെ, ഇന്ന് രാത്രി നിന്നെ ആര് ഒഴിവാക്കാൻ നോക്കിയാലും, ആര് തഴഞ്ഞാലും, ആര് ആമേൻ അതെ നശിപ്പിക്കാൻ നോക്കിയാലും നിന്നോട് വാക്കു പറഞ്ഞൊരു ദൈവം വാക്കുമാറാത്തവനായി ഇന്ന് രാത്രിയിലും കൂടെയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്,
ദൈവമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് ആമേൻ നാം ചിന്തിക്കുമ്പോൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ജീവിതവുമായി വളരെ അഭേദ്യ ബന്ധം. ഹല്ലേലൂയ. അതെ, യോസേഫിനെ വിറ്റ് കളഞ്ഞതുപോലെ അതെ 30 വെള്ളിക്കാശിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യൂദ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ ആമേൻ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവത്തോട് നിരപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ നിനക്ക് അതേ നഷ്ടപ്പെട്ട ആ ജീവിതം അതെ തിരികെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആമേൻ ഒരു കാര്യമുണ്ട്. ആമേൻ. യേശു അവനോട് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഈ ലോകത്തിൽ ആമേൻ നാടെങ്ങും നന്മ ചെയ്ത് ആമേൻ കുരുടർക്ക് ആമേൻ കാഴ്ചയും ചെകിടർക്ക് കേൾവിയും ആമേൻ ഊമന് സംസാരശേഷിയും ആമേൻ മുടന്തന് നടക്കുവാൻ ശേഷിയും കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ പിതാവ് ആമേൻ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും ആമേൻ ആ അപ്പന്റെ മകൻ ഹല്ലേലൂയ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ മനസ്സിലാക്കി ആമേൻ അപ്പൻ അതെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. അത് അവനെ നശിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രിയിലും ആമേൻ വിഷയങ്ങളുമായി അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഇന്ന് രാത്രി വാക്കുമാറാത്തവനായി കൂടെയുണ്ട്. ആമേൻ. അതെ, യോസേഫിനോട് വാക്കു പറഞ്ഞ ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ശക്തിയുള്ളവനാ. യേശുവിൻ നാമത്തിൽ അതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, അവന്റെ നാമത്തിൽ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നോക്കണമേ, വർഷങ്ങളായി ആമേൻ തീയിൽ തള്ളിയിടുന്ന, വെള്ളത്തിൽ തള്ളിയിടുന്ന അനുഭവം ഹല്ലേലൂയ നോക്കണം. അതെ, വെള്ളം അതെ മുക്കിക്കളയത്തക്ക വിധത്തിൽ, തീ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ ആമേൻ അതെ ആ ബാല്യക്കാരനെ, ആ യവനക്കാരനെ, അതെ തന്റെ മകനെ അസഹ്യപ്പെടുത്തുന്ന ആരാലും ഭേദമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതെ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ആ മകന്റെ വിഷയവുമായി അതെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക്, വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് ഇതാ ആ പിതാവ് കടന്നു വരികയാണ്. ഹല്ലേലൂയ നോക്കണമേ. ആമേൻ. ആ യേശു കർത്താവിനോട് അവൻ അതെ പറയുകയാണ്, അവൻ തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവര് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ആമേൻ. ഉടനെ ആമേൻ ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് നശിപ്പിക്കുവാൻ നോക്കിയ ആമേൻ അതെ ആ യൗവനക്കാരനെ, ആ പിതാവിന്റെ മകനെ ആമേൻ സൗഖ്യമാക്കുവാൻ എന്റെ യേശുവിന് കഴിഞ്ഞെങ്കിൽ ആമേൻ ഇന്ന് രാത്രി അതെ നാം കേട്ട് കഴിഞ്ഞു. യോസേഫ് വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ യോസേഫിനെ തള്ളിയിട്ടു അതെ പൊട്ടക്കിണറ്റില്. ഹല്ലേലൂയ. അവനെ വിറ്റ് കളഞ്ഞു. ആമേൻ. എന്നാൽ അവനെ തള്ളിയിട്ടവരുടെ മുമ്പിൽ, അവനെ വിറ്റ് കളഞ്ഞവരുടെ മുമ്പിൽ അവൻ കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാകത്തക്ക വിധത്തിൽ അവനെ കൈപിടിച്ചുയർത്തി അവനോട് വാക്കു പറഞ്ഞ കർത്താവ് വാക്കുമാറാത്തവനായി ഇന്ന് രാത്രിയിലും ആമേൻ വാക്കുമാറാത്തവനായി നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ആമേൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ കുറിച്ച് കേട്ട ഒരപ്പൻ തന്റെ മകന്റെ വിഷയവുമായി അത് കടന്നു വരികയാണ്. അത് വെള്ളം കണ്ടാൽ അതിനകത്ത് വീഴും, അത് തീ
കണ്ടാൽ അതിനകത്ത് തള്ളിയിടും. ആമേൻ. ഒരു ദുരാത്മ മണ്ഡലം ആമേൻ ആ യൗവനക്കാരനെ അത് നയിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും ആമേൻ നിന്നെ അത് തള്ളിയിടത്തക്ക വിധത്തിൽ, നിന്റെ തലമുറയെ തള്ളിയിടത്തക്ക വിധത്തിൽ, അത് തലമുറ പുറത്തു വരാത്ത വിധത്തിൽ ആമേൻ നിന്നെ അതെ അരിഞ്ഞു മുറുക്കുന്ന ആമേൻ നിന്നെ അത് അസഹ്യപ്പെടുത്തുന്ന സകല ഈരുളിന്റെ വ്യാപാരത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി അതേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതേ ദൈവപുത്രനായ യേശു ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനാ. കണ്ണുകളെ അടച്ചാട്ട് അതേ നിലവിളിച്ചാട്ട് ആ ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അതേ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയം നിനക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നിനക്കറിയാം. ആ പിതാവ് കരയുന്നത് എന്തിനാണ്? ഒരു തലമുറ അസഹ്യപ്പെടുന്നു. അതേ വെള്ളത്തിലും തീയിലും തള്ളിയിടുകയാണ്. അതേ നൊരയും പതയും അവന്റെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിലും ആമേൻ നിന്റെ വിഷയം അതേ നിനക്കറിയാമല്ലോ. നീ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ നീ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ ബിസിനസിനോടുള്ള ബന്ധത്തിൽ, ആമേൻ നിന്റെ കുടുംബപരമായ വിഷയമാകട്ടെ, നിന്റെ വ്യക്തിപരമാകുന്ന വിഷയമാകട്ടെ, നിന്റെ ഭവനത്തിന്റെ വിഷയമാകട്ടെ, എന്ത് തന്നെയായിരുന്നാലും ഇന്ന് രാത്രി അവന്റെ സന്നിധിയിലേക്ക് ആമേൻ തലകളെ വണക്കി ആമേൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഇന്ന് രാത്രി ആമേൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് നിവർത്തിപ്പാൻ ദൈവം ശക്തൻ. ആമേൻ ദർശനപ്രകാരം ചുവടുവെച്ച യോസേഫ് അത് മാനിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതേ ദൈവത്തിനു വേണ്ടി ബാല്യത്തിൽ തീരുമാനമെടുത്ത അതേ ദാനിയേൽ ദേശത്ത് മാനിക്കപ്പെട്ടു. ആമേൻ. ഇന്ന് രാത്രി ദേശത്ത് നീ മാനിക്കപ്പെടാൻ പോകുക. നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ നീ തല ഉയർത്താൻ പോകുക. നീ മാനിക്കപ്പെടുവാൻ പോകുക. ആരെല്ലാം നിന്നെ തള്ളിയിടുവാൻ നോക്കിയോ, ആരെല്ലാം നിന്നെ വിൽക്കാൻ നോക്കിയോ, ആരെല്ലാം നിന്നെ ഒഴിവാക്കാൻ നോക്കിയോ, എവിടെയെല്ലാം നീ തല കുമ്പിട്ട് പോകത്തക്ക വിധത്തിൽ നിനക്കെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചു വിട്ടുവോ, അവരെല്ലാം കാണത്തക്ക വിധത്തിൽ സ്വർഗം നിന്നെ മാനിക്കുവാൻ ആമേൻ ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. ആമേൻ. ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങയെ കുറിച്ച് ആമേൻ അതേ കേട്ട കേൾവി നിമിത്തം ഞങ്ങൾ വിശ്വസിച്ച് അങ്ങയെ രക്ഷകനായി സ്വീകരിച്ച് ആമേൻ ഇറങ്ങി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ യോസേഫിനെ പോലെ ഞങ്ങളെ തള്ളിയിട്ട് ഞങ്ങളെ തകർത്ത് കളയുവാൻ ഞങ്ങളുടെ സഹോദരങ്ങൾ അകത്ത് കയറി അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് ഞങ്ങളെ ഒതുക്കാൻ നോക്കിയ ദുഷ്ടന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി അതേ പൂർണ്ണമായി അങ്ങ് നീക്കി ആമേൻ ഞങ്ങളുടെ കുടുംബമായി സഹോദരങ്ങളുമായി സന്തോഷിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ വഴിയും സത്യവും ജീവനുമായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ആമേൻ അതേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആമേൻ അത് വരുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യോസേഫിനെ പോലെ കർത്താവ് വിദ്വേഷ മനോഭാവമില്ലാതെ ദൈവം നൽകിയ ദർശനപ്രകാരം അതേ ദൈവത്തോട് കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റണമേ. സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് മാറ്റം വന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി, ഞങ്ങളുടെ കൂടപ്പറപ്പുകൾക്കായി, ഞങ്ങളുടെ ദേശങ്ങളിൽ, രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ മാറാത്തവനായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. അവൻ ഒരിക്കലും മാറിയില്ലല്ലോ. ആമേൻ. മാറാത്തവനായി ഞങ്ങളുടെ കൂടെയുള്ള കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ദൈവവചനം കേട്ട എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ആമേൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വിഷയം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിൽ ആമേൻ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം 8 മണിക്ക് ലൈവിൽ കാണാം.